ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ലോറിയിൽ നിന്ന് അടിഞ്ഞുപോയ തടി കണ്ടെത്തിയെന്നുള്ളതാണ്. 8 കിലോമീറ്റർ അകലെയാണ് ഈ തടിയുടെ സാന്നിധ്യമെന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാഷ്മി ഇപ്പോൾ തത്സമയ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഹാഷ്മി, അങ്ങനെയെങ്കിൽ ഇതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കണം ഹാഷ്മി? ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകും. ഇപ്പോൾ വരുന്ന പറയൂ ഹാഷ്മി, പറയൂ. ഒരു മിനിറ്റ് ഉന്മേഷ, അല്ല, ആ വിവരങ്ങൾക്ക് ജനത അതിനു മുമ്പ് ഇതിനകത്ത് നിന്ന് വരുന്ന MLA മാധ്യമങ്ങളോട് സംസാരിക്കും. നമുക്ക് ഒരു പക്ഷേ അകത്തെ വിവരങ്ങൾ കുറച്ചുകൂടി അതിലേക്ക് ഞാൻ പോകുന്നു. പോയിക്കോളൂ, പ്രതികരണത്തിലേക്ക് പോകാം. ഏറ്റവും സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ, അത് ചെയ്തിട്ടില്ല. അങ്ങനെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. ആ ലൊക്കേഷനിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ഡ്രോണും ഇപ്പം അവിടെ ഉണ്ട്. 2 ഡ്രോണും വെച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാപ്പിംഗ് നടക്കും. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ഇല്ല, ഡ്രോൺ ഇപ്പോൾ വളരെ സ്റ്റേബിളാണ്. മുന്നോട്ടും പുറകോട്ടും പോകുന്നതിന് വളരെ സ്റ്റേബിളായി തന്നെ ഡ്രോണിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ രൂപത്തിലല്ല, ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ ട്രക്കുമായിട്ട് ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡ്രോൺ ഉപയോഗപ്പെടുത്തി അവർ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ വലിയൊരു മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ഡ്രോണാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തി ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ജോസഫ് MLA അകത്ത് പോയ ശേഷം പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ അകത്ത് പോയ കൂടുതൽ വിവരങ്ങൾ അറിയാം, അതുകൊണ്ടാണ് ഉന്മേഷൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. ജോസഫ് MLA പറഞ്ഞ 2 ടൈപ്പ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നു. അത് കുറച്ച് എക്സാക്റ്റ് ആയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നദിയിൽ വലിയ ഈ ഡ്രോണുകൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല. കൃത്യമായി തന്നെ വളരെ സ്റ്റേബിളായിട്ട് തന്നെ ഈ ഡ്രോണുകൾ കൃത്യമായി അതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ലൊക്കേഷൻ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒഴുക്ക് മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന നാവികസേനാംഗങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഈ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞു പോയ തടിയുടെ കഷ്ണം കണ്ടെത്തിയെന്നുള്ളതാണ്. ഉന്മേഷ്, ഇവിടെ നിന്നൊരു 8-9 കിലോമീറ്റർ അകലെയാണ് ലോറിയിൽ നിന്ന് അഴിഞ്ഞുപോയ തടികളിൽ അത് 500ഓളം തടികളുണ്ടായിരുന്നു. ആ തടികളിൽ ഒരു തടി കണ്ടെത്തിയത്. ലോറി ഉടമയുടെ സഹോദരൻ അവിടെ പോയി ഇത് അവരുടെ തടി തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഉന്മേഷ്, എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാരണം ഈ ലോറിയിൽ ഇത് ലോഡ് ചെയ്യുമ്പോൾ ഈ തടി ഉടമകൾ ഇത് അവരുടെ തടിയാണ് എന്നറിയാൻ ചില അടയാളങ്ങൾ ആ ലോറിയിൽ ആ തടികളിൽ എഴുതാറുണ്ട്. നമ്മൾ സ്ഥിരം ഈ തടി ലോഡുകളിൽ കാണാറുള്ളതാണ് അത്തരത്തിലുള്ള എഴുത്തുകൾ. ഇതിൻ്റെ വശങ്ങളിൽ P1 P-Y എന്ന് രേഖപ്പെടുത്തിയ ആ മാർക്ക് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അതേ സൈസിലുള്ള തടി P-Y എന്ന് അടയാളപ്പെടുത്തിയ തടി ഇത് താഴ്വാരത്തിലുള്ള അല്ലെങ്കിൽ ഈ നദിയുടെ ഓരത്തുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ആ ദിവസം തന്നെ ഈ തടി അവർക്ക് കിട്ടുകയും ഈ തടി അവർ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തന്നെ ഇത് അറിയിക്കണമെന്നുള്ള വിവരങ്ങളൊന്നും അറിയാത്ത ഗ്രാമീണ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇത് പോലീസിനെ അറിയിക്കണം എന്നുള്ള വിവരങ്ങളൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. അവർ പക്ഷേ ആ തടി വിറകായി ഉപയോഗിക്കാം എന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയോ ഏതോ രീതിയിലാണ് ഈ തടി ഉണ്ട് എന്നുള്ള വിവരം അറിയുകയും 9 കിലോമീറ്റർ അപ്പുറത്ത് ഈ തടി പോയി ലോറിയുടമയുടെ സഹോദരൻ ഇത് തങ്ങളുടെ തടിയാണ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദ്യമാണ്, ഇത്ര വലിയ കുത്തൊഴുക്കിൽ ഈ തടിയുടെ കെട്ടഴിയാതിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനൊരു ഒരു മറുപടിയാവുന്നു, ഉത്തരമാകുന്നു. എന്തായാലും ആ തടിയുടെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട്, ആ തടികൾ പല വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തലകീഴായി കിടക്കുന്ന ലോറി തടിഭാരം ഇല്ലാതെ കിടക്കുന്നു എന്നതുകൂടി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഏത് ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യ ദിവസം തന്നെ ദ വെരി ഫസ്റ്റ് ഡേ തന്നെ ഉരുൾപൊട്ടലിൻ്റെ മണ്ണിടിച്ചിൽ ഏതാണ്ട് അതേ ദിവസം തന്നെ സംഭവമുണ്ട്. അതേ ദിവസം തന്നെ ഈ തടി അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ മാരക പ്രഹരശേഷിയിൽ തന്നെ ഈ തടിക്കെട്ടുകൾ അഴിഞ്ഞ തടികൾ പല വഴിക്ക് പോയിട്ടുണ്ട്. അതിലൊരു തടിയാണ് ഇപ്പോൾ ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഏറ്റവും നിർണായകമായ വിവരമാണ്. അപ്പോൾ തടിഭാരമില്ലാതെയാണ് കീഴ്മേൽ മറിഞ്ഞിപ്പോൾ ആ ലോറി അടുത്തട്ടിൽ കിടക്കുന്നത്. ഉന്മേഷ്, അത് ഏതെങ്കിലും തരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ തടി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിൽ അത് അത്രയും ഭാരം ലഘൂകരിക്കപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ 500 തടി എന്ന് പറഞ്ഞ വലിയ ടൺ കണക്കിന് ഭാരമുള്ള വസ്തുവാണ്. അതെന്തായാലും അതിൽ നിന്ന് ഒഴിവായി പോയിരിക്കുന്ന അർത്ഥം കൂടി അതിനുണ്ട്. അതുമാത്രമല്ല, അത്രത്തോളം ഭീകരമായ കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിൽപ്പെട്ട ലോറി ഈ തടികൾ ഇപ്പോൾ ഒരു തടിയെങ്കിലും കാണാത്തത് എന്താണ്, ഇത്രയും തടികളുണ്ടെങ്കിൽ ഒരു തടിയെങ്കിലും കാണാത്തത് എന്താണെന്നുള്ള നിരന്തര ചോദ്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് അത്രത്തോളം വലിയ ഗംഗാവലിപ്പുഴയിൽ 500 അല്ല 2000 തടിയാണെങ്കിലും അതിന് ഒരു ഇരയല്ല
എന്ന് പറയേണ്ടി വരും ഗംഗാ ഒഴുക്ക് കണ്ടാൽ. അതിനിടയിൽ എല്ലാ തടികളും ഒഴുകിപ്പോയിട്ടുണ്ടോ അതോ ഈ ഒരു തടി, എന്തായാലും ഈ ഒരു തടി അത് ലോറിയുടെ മനാഫിൻ്റെ സഹോദരൻ കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ദുർഘടമായ വഴിയാണ്, പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദുർഘടമായ വഴിയാണ്, നമുക്ക് നോക്കാം. കാലാവസ്ഥ മഴ ഭീകര മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പോകൽ നടക്കത്തില്ല, ചെറിയ വഴിയാണത്. എന്തായാലും മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകളൊന്നത് തന്നെയാണ് ഈ തടി ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെയാണ് ഉന്മേഷ്. പിന്നെ ബാക്കി നടക്കുന്നത് ഈ പരിശോധന തന്നെയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള വളരെ സ്റ്റേബിളായ പരിശോധന നടക്കുന്നു. ഉന്മേഷ്, ഈ സമയത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വാർത്ത ഇവിടെ കാലാവസ്ഥ ഏറ്റവും ശുഭകരമായ ഒരു കാലാവസ്ഥയെ നിലനിൽക്കുന്നുള്ളതാണ്. അതിവിടെ മാത്രമല്ല, നമ്മൾ നിരന്തരം ഈ മലയോര മേഖലകളിൽ അവിടുത്തെ ഗ്രാമങ്ങളിൽ നമുക്കറിയാവുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അവിടുത്തെ മഴയുടെ കാര്യങ്ങൾ നമ്മൾ ആരായുന്നുണ്ട്. അങ്ങനെ ആരായുമ്പോൾ ഈ മഴ ഈ മലയോര മേഖലകളിൽ വലിയ മഴ ഈ സമയം പെയ്യുന്നില്ല. മിനിഞ്ഞാന്ന് ഒക്കെ വരെ അവിടെ നിർത്താതെ പെയ്ത്താണ്, വലിയ പെയ്ത്ത്. ഇവിടെ പെയ്യുന്ന ഈ കനത്ത പെയ്ത്ത് പോലെ മലയോര മേഖലയിൽ നിർത്താതെ പെയ്ത്താണ്. ആ പെയ്ത്തിന് ഇപ്പോൾ ഒരു അറുതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മഴ പെയ്യുന്നില്ല എന്നല്ല, ആ തോതിലുള്ള തീവ്ര പെയ്ത്ത് ഇപ്പോഴില്ല. അതിനർത്ഥം ഗംഗാവാലി പുഴയിലേക്കുള്ള വെള്ളത്തിന് ഇൻഫ്ലക്സ് കുറച്ച് കുറയുന്നു എന്നുള്ളതാണ്. അത് പ്രകടമാണ്. പുഴയിൽ ഇന്നലെ 20 നോട്ടുണ്ടായിരുന്ന ഒഴുക്ക് ഇന്ന് അത് 15 താഴെ 12 മുതൽ 13 വരെ എത്തുന്നു. പക്ഷേ അതുകൊണ്ട് മതിയാവുന്നില്ല നമുക്ക്. അത് 2 മുതൽ 3 വരെ നോട്ടിലേക്ക് എത്തണം. ഈ കറണ്ടിൻ്റെ യൂണിറ്റാണ് നോട്ട്. അങ്ങനെ 2 മുതൽ 3 വരെ നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ നാവികസേനകൾക്ക് അകത്തേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പറയുന്ന ഈ 12 മുതൽ 13 നോട്ട് എന്നുള്ള കണക്ക് അല്പസമയം മുൻപുള്ള കണക്കാണ്. അത് വീണ്ടും ഈ റിസ്ക് ഇപ്പോൾ അവർക്ക് ഏത് സമയം ഡൈവ് ചെയ്യാൻ കഴിയും എന്നുള്ള പരിശോധന നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഇത് കുറച്ച് മുമ്പുള്ള വിവരമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ വിവരങ്ങൾ കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒഴുക്ക് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉന്മേഷ്. കാരണം മഴയില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒഴുക്ക് കുറഞ്ഞു വന്ന് ഏത് സമയവും ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു ഒഴുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിനടുത്ത ഘട്ടങ്ങൾ കഴിയും. അപ്പോഴത്തേക്ക് ഈ ഒഴുക്ക് കുറയുന്ന നേവി ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ സമയമാവുന്ന സമയത്തേക്ക് ഈ നമ്മുടെ ഡ്രോൺ പരിശോധനയിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ വിവരങ്ങൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയും. എന്നൊക്കെ അറിയാൻ കഴിയുന്നത് ഈ ഡ്രോണിൻ്റെ പ്രഥമ പരിഗണന ഇതിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തുക എന്ന ഉദ്ദേശം കൂടി ഉണ്ട് എന്നറിയാൻ കഴിയുകയാണ്. മനുഷ്യ സാന്നിധ്യം അർജുൻ അതിലുണ്ടോ എന്ന പരിശോധനയോട് ഈ ഡ്രോൺ നടത്തും ഉന്മേഷ്. ഇതിനുള്ളിൽ പോയി ഇതിൻ്റെ ക്യാബിനിലേക്ക് പോയി അതിൻ്റെ കണ്ണടയിലൂടെയോ മറ്റോ ഇത് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ കഴിയും. ഊഷ്മാ പരിശോധന കൂടി കേൾക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വശം നമുക്ക് കൂടുതലായി അറിയില്ല. എന്തായാലും ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ നേവിയുടെ ബാക്കി പരിശോധന വളരെ പെട്ടെന്നാകും. ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ ദീർഘനാളായ കാത്തിരിപ്പാണ്. ഇതിപ്പോൾ ദിവസം 10 ആയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ഈ വിഷയത്തിൽ, ഒരു ഫൈനൽ അപ്ഡേറ്റ് ഈ വിഷയത്തിൽ അർജുൻ്റെ വീട്ടുകാർക്കും കിട്ടാൻ അവർ അർഹരാണ്, അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നടക്കമുള്ള പരിശോധനയിൽ കടക്കുകയാണ്. അർജുനുണ്ട്, ക്യാബിനിലുള്ള അർജുനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായും ത്വരിത വേഗത്തിൽ തന്നെ ബാക്കി കടമ്പകൾ കടന്നുകൊണ്ട് നേവിയുടെ ഡൈവർമാർ പുഴയ്ക്കുള്ളിലേക്ക് പോകും എന്ന് തന്നെ അറിയാൻ കഴിയുന്നത്. വളരെ തിരക്കിട്ടുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമൊക്കെ ഇവിടെയുണ്ട്. വൈഷ്ണവി IAS അകത്തുണ്ട്. വൈഷ്ണവി IAS നേതൃത്വത്തിലാണ് ഇതിൻ്റെ മേൽനോട്ടം. കളക്ടർ അടക്കമുള്ളവർ നിരന്തരം ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമ്പൂർണ്ണമായും എല്ലാ തരത്തിലും എല്ലാ സംവിധാനങ്ങളും, സർക്കാർ സംവിധാനം, ഉത്തര കന്നഡ ജില്ലാ സംവിധാനങ്ങൾ ഒന്നാകെ ഒറ്റ മനസ്സോടുകൂടി ചേർന്നുകൊണ്ട് രക്ഷാദൗത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, അല്പസമയത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന, അതിൽ ലോഡ് ചെയ്തിരുന്ന തടിക്കഷ്ണങ്ങളിൽ ഒന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലോറി ഉടമയുടെ സഹോദരൻ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ലോറിയിൽ കയറ്റി ആ ലോഡുമായിട്ടാണ് അർജുൻ പോയത് എന്നത് ആ സഹോദരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ തെരച്ചിലിൽ നിർണായകമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.